ചിലപ്പോൾ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്തുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവാം, 1 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്താം. പക്ഷേ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന കൺസെപ്റ്റ് ആണെങ്കിലോ. ആക്ച്വലി എന്താണ് ഈ ക്യുക്കമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ ഇറ്റ് ചേഞ്ചസ് ദ വേ ഓഫ് ഷോപ്പിംഗ് പീപ്പിൾ ടുഡേ? ആക്ച്വലി ഈ ക്യുക്കമേഴ്സ് ഒരു വേക്കപ്പ് കോൾ ആണോ ഈ സ്മോൾ ബിസിനസ് അതുപോലെ മീഡിയം ബിസിനസ് ഓണേഴ്സിന്? ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇ കോമേഴ്സ് സീരീസ്. ടോട്ടലെക്സിന്റെ ഇ കോമേഴ്സ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്യുക്കമേഴ്സിനെ കുറിച്ചാണ്. മൈസെൽഫ് അലി, വിത്ത് മീ അൻഷിത്, ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് ഇ കോമേഴ്സിനെ കുറിച്ചാണ്, ക്യുക്കമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആക്ച്വലി എന്താണ് ഈ ക്യുക്കമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ഹൗ ഇറ്റ് ചേഞ്ചസ് ദ വേ ഓഫ് ഷോപ്പിംഗ് പീപ്പിൾ ടുഡേ? ആക്ച്വലി ക്യുക്കമേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നല്ല രീതിയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പെഷ്യലി നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിറ്റീസിലാണ് ഇത് ഇംപ്ലിമെന്റേഷൻ നല്ല രീതിയിൽ, അവർക്കാണ് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സിസ്റ്റത്തെ. ക്യുക്കമേഴ്സ് ഒന്ന് ടൈം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കൺവീനിയൻസ് ആണ്, ഈസി ആയിട്ടുള്ള രീതിയിലേക്ക് പ്രൊഡക്ട്സ് എത്തിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു ഫാസ്റ്റ് എക്കോ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എല്ലാ കമ്പനീസും ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്ന സിസ്റ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു റണ്ണിങ് ടൈം അവർ റെഡ്യൂസ് ചെയ്യാനും അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ടൈം റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിട്ടേൺ വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 1 ഹവറോളം എടുക്കുന്ന സംഭവം ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തിക്കുന്ന ഒരു സിസ്റ്റം. ടൈം അത്രയും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി ക്വിക്കമേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇത് ഏറ്റവും കൂടുതൽ ടൈം കുറവായിട്ടുള്ള ആൾക്കാർക്കാണ് നമുക്കിത് നല്ല രീതിയിൽ, എല്ലാവർക്കും ടൈം ഭയങ്കര ഇതാണ്. ആ ഒരു സിസ്റ്റം, ഈ എക്കോ സിസ്റ്റം നല്ല രീതിയിൽ ബൂമാക്കാൻ സപ്പോർട്ട് ചെയ്തില്ല. ഒന്ന് ടൈം റെഡ്യൂസിങ് ആണെന്നാണ് എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് ഒന്നും അതിന് ചിലപ്പോൾ നൽകാൻ പറ്റണമെന്നില്ല, പക്ഷെ ടൈം അത് ഭയങ്കരമാണ്. നല്ല രീതിയിലേക്കുള്ള ഒരു മാറ്റം മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കറന്റ് സിറ്റുവേഷനിൽ. അപ്പോൾ ക്യുക്കമേഴ്സ് എന്ന് പറയുമ്പോൾ ക്യുക്കായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിനെയാണ് നമ്മൾ ക്യുക്കമേഴ്സ് ആണ്. അപ്പോൾ ആക്ച്വലി ഈ ട്രഡീഷണൽ ഇ കൊമേഴ്സ് ബിസിനസ്സും അതുപോലെ തന്നെ ഈ ക്യുക്കമേഴ്സും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഒരു പ്രോഡക്ട്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ടൈം ഭയങ്കര ഇതിന് തന്നെ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡെലിവറി ടൈമാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ്, ചിലപ്പോൾ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്തുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവാം, 1 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്താം. പക്ഷേ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന കൺസെപ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് കൊണ്ട് എത്തുകയാണെങ്കിലോ, ഇതാണ് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. ടൈമിനെ ഫുള്ളി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് ആക്ച്വലി ഇ കൊമേഴ്സിൽ നിന്ന് ക്യുക്കമേഴ്സിലേക്ക് മാറുമ്പോഴുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും അതിലില്ല. പക്ഷേ ടൈമിനെ നമുക്ക് ഏറ്റവും കൂടുതൽ എലിമിനേറ്റ് ചെയ്യുക. ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഫാസ്റ്റായിട്ട് വീട്ടിലേക്ക് എത്തണം. ഇപ്പം നമ്മളൊരു പ്രൊഡക്ട്സ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ എത്തണം അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ വാങ്ങിക്കണം എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പുകൾക്ക് ബിസിനസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഓർക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റ്, അതിവിടെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ട് എത്തിക്കുക. അല്ലാതെ ട്രഡീഷണൽ ഇ കൊമേഴ്സും ക്യുക്കമേഴ്സും തമ്മിൽ ടൈം ഡിഫറൻസ് ആണ് ആക്ച്വലി മാർക്കറ്റിലുള്ളത്. ടൈം പെട്ടെന്ന് നമുക്ക് ഡെലിവറി സിസ്റ്റം ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ക്യുക്കമേഴ്സ് നമ്മുടെ ലോക്കൽ ബിസിനസ് അല്ലെങ്കിൽ ലോക്കൽ ഷോപ്സിനെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്? ലോക്കൽ ഷോപ്പിനൊക്കെ ഇമ്പാക്ട് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് ഷോപ്പുകളിലേക്ക് വന്ന് പ്രൊഡക്ട്സ് ബൈ ചെയ്യുന്ന ടൈമിങ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു 24 hours ഉണ്ടെങ്കിലും ആർക്കും തികയാത്ത ഒരവസ്ഥയാണ് കറൻ്റ് ഉള്ളത്. പിന്നെ ഏറ്റവും ബെറ്റർ പ്രോഡക്ട്സുകൾ ഏതാണ്, ബ്രാൻഡ് കാര്യങ്ങൾ എല്ലാത്തിന്ന് എന്താണ് ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ അതിലുള്ള ബ്രാൻഡ്സ് ഏതാണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് വാങ്ങിക്കാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മളതൊരു പ്രൊഡക്ട്സ് ബൈ ചെയ്ത് വരുന്നതിനുള്ള ടൈമിങ്, ഓരോ ഏരിയ റാക്സ് ഇതിനൊക്കെ നമ്മൾ ബൈ ചെയ്ത് നമ്മളെ മാൻ പവർ യൂസ് ചെയ്ത് ബൈ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഷോപ്പിലേക്കാണ് അത് പോകുന്നുണ്ടെങ്കിൽ ഇവരോട് എന്തെങ്കിലും ഒരു ഓർഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്പെസിഫിക്കേഷൻ പ്രൊഡക്ട്സും എടുത്തിട്ട് തരുമെന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇന്ന ബ്രാൻഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതൊക്കെ നമുക്ക് റിസ്ക് ആണ്. പിന്നെ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് അവർ എടുത്തു തരുള്ളൂ.
ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിന്നോ വാട്ടെവർ ആപ്പിൽ നിന്നോ നമുക്ക് എന്താണ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ ബ്രാൻഡുകൾ ചൂസ് ചെയ്ത് എത്ര വേണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു കൺവീനിയൻസ് എന്തിലുണ്ട്. പ്ലസ് നമ്മുടെ ടൈമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ടൈം അത്രയും റെഡ്യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ട്രഡീഷണലായിട്ട് നടക്കുന്ന ബിസിനസ്സുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിലൊരു വേറെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ വലിയ ബിഗ് ജയൻറ്റുകളൊക്കെ വന്ന് ഒരു സ്ഥലത്ത് എന്താണ് ക്വിക്കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഫണ്ടിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഒരു ഇതുണ്ടാവും. അതല്ലെങ്കിൽ ഇവരൊരു ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയത്തെ ആൾക്കാർ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കേരള ആണെങ്കിലോ അല്ലെങ്കിൽ മലപ്പുറം ആണെങ്കിൽ ഇതിൻ്റെ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നതിന് ശേഷം ഓരോ ഷോപ്പുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ കുറച്ച് എക്കോസിസ്റ്റം കൂടിയിട്ട് ഇവരൊരു ബാക്ക് ആൻഡ് വെയർ ഹൗസ് സെറ്റ് ചെയ്യാം. കാരണം ഫ്രണ്ട് ആൻഡ് വെയർ ഹൗസിന് ഭയങ്കരമായിട്ട് കോസ്റ്റാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാക്സ് കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭയങ്കര അടിപൊളിയാവും ആണല്ലോ. പക്ഷേ ഈ ക്വിക്കോമേഴ്സിൽ ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് കോസ്റ്റസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുവഴി നമുക്ക് എന്താ വെച്ചാൽ ഇവർ ഒരു ടൗണത്തെ എല്ലാവരും കൂടി കൂടിച്ചിട്ട് ഒരു വെയർ ഹൗസ് ബാക്ക് ആൻഡ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു നല്ലൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സിസ്റ്റം അവിടെ ഓപ്പൺ ചെയ്ത് വരും. അല്ലെങ്കിൽ വലിയ ജയൻസുകൾ വന്നത് മറിച്ചിടും. കാരണം ആൾക്കാർക്ക് വേണ്ടത് കൺവീനിയൻസ് ആണ്. കാരണം ആൾക്കാർക്ക് കംഫർട്ട്. ഇപ്പോൾ നമുക്കൊരു പരിധി മുന്നേ ഇപ്പോൾ കുറേ ബാക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാളവണ്ടി ഓട്ടുന്ന ടൈമൊക്കെ ഉണ്ടാവും. ആ ടൈമിൽ നിന്ന് ഇപ്പോൾ നമ്മളെ റോട്ടിൽ അതുണ്ടാവും ഇല്ല. അപൂർവമായിട്ട് ഞാൻ തന്നെ നമ്മളെ ഒരു ടൗണിൽ നമ്മൾ കാണൽ തന്നെയല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റേ ഇല്ല. ചൈന എലിമിനേറ്റ് ചെയ്തിട്ട് എന്തായിരുന്നു, കാറുകൾ വന്നു. ഇപ്പോൾ കാറുകൾ മാത്രമാണ് നോക്കുന്നത്. ആൾക്കാർക്ക് പഴയതോ അല്ലെങ്കിൽ ഇവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, കൺവീനിയൻസാണ് നോക്കുന്നത്. അതാരാണെങ്കിലും നോക്കുന്നത് കൺവീനിയൻസ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ആര് തരുന്നോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആര് തരുന്നോ, ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ആര് തരുന്നോ, നല്ല പ്രൊഡക്ട്സ് ആരത്തെ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് സെല്ല് ചെയ്യുന്നിടത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളടത്ത് ഡെഡ് സ്റ്റോക്ക് ആയിട്ടില്ലേ കിടക്കുള്ളൂ. അപ്പോൾ പിന്നെ മാസീവ് സെയിൽസുകൾ നടക്കുമ്പോൾ ഇവർ എന്തുകൊണ്ട് പ്രൊഡക്ട്സിന് പ്രൈസ് കുറക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ കുറക്കുന്ന വെച്ചാൽ ഇവർക്ക് പല വെയർ ഹൗസുകൾ ഉണ്ടാവും. ബൾക്ക് ഓർഡറിങ് സിസ്റ്റം ആയിരിക്കും അതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ ബൾക്ക് ഓർഡറിങ് സിസ്റ്റം വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 10 രൂപക്ക് അല്ലെങ്കിൽ 9 രൂപക്ക് കിട്ടുന്ന സാധനം 10 രൂപ കൊടുക്കുന്നത് ബൾക്ക് ഓർഡറിങ് വരുമ്പോൾ 6 രൂപക്കോ 5 രൂപക്ക് നമുക്കത് ബൈ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മളെ ക്വിക്കോമേഴ്സിൽ എല്ലാവരും മാസീവായിട്ടുള്ള ഓഫേഴ്സുകൾ കണക്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു സൊല്യൂഷൻ കൂടി ഞാൻ അതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രഡീഷണൽ ബിസിനസ് വരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്കോമേഴ്സ് വരുന്നത്. ക്വിക്കോമേഴ്സിന് ഒരു ഹെൽപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം അത് ഇത്ര ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റം നമുക്ക് അതിൽ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് സിസ്റ്റം അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമുക്ക്. ആക്ച്വലി ഈ ക്വിക്കോമേഴ്സ് ഒരു വേക്കപ്പ് കോൾ ആണോ ഈ സ്മോൾ ബിസിനസ് അതുപോലെ മീഡിയം ബിസിനസ് ഓണേഴ്സിന്? തീർച്ചയായിട്ടും വേക്കപ്പ് കോളിന് ഇത് എപ്പോഴോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. കാരണം വേക്കപ്പ് കോളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം എല്ലാ കമ്പനീസും മേജർ സിറ്റീസിലൊക്കെ വേക്കപ്പ് കോൾ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എപ്പോഴോ ആയിട്ടുണ്ട്. മേജറായിട്ട് ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ചിലപ്പോൾ കൊളാബറേഷൻ ഓഫ് കമ്പനീസ് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വെൻഡേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് ക്വിക്കോമേഴ്സിന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസുകൾ പല കമ്പനീസ് സർവീസ് ബേസ്ഡ് ആയിട്ടൊക്കെ വരും. അപ്പം അങ്ങനത്തിനെ ബേസിയെങ്കിലും കൊളാബ് ചെയ്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനുള്ള സ്കില്ലില്ലെങ്കിൽ സ്കില്ലുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ ക്വിക്കോമേഴ്സ് ഏത് സെഗ്മെന്റ് ഓഫ് പ്രൊഡക്ട്സിനാണ് അല്ലെങ്കിൽ ഏത് സെഗ്മെന്റ് ഓഫ് പ്രൊഡക്ട് സെല്ലേഴ്സിനാണ് ആക്ച്വലി കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ സെഗ്മെന്റിനും പറ്റും. ബട്ട് ഇപ്പോൾ ഫർണിച്ചേഴ്സ് ഇങ്ങനത്തേനൊക്കെ കുറച്ച് റിസ്ക് ആണ്. ബാക്കിയുള്ള ഗ്രോസറീസ് മെയിനായിട്ട് ഗ്രോസറി, പിന്നെ മീറ്റ് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്.
പിന്നെ നമുക്ക് ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പ്രോഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ പറ്റും. ബട്ട് ചില ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കാം. പക്ഷെ എന്നാലും അതിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം കൊമേഴ്സിലുള്ള അതേ സംഭവങ്ങളും ഇതിലും വന്നു കഴിഞ്ഞാലും ഫാസ്റ്റായിട്ട് കിട്ടുകയല്ലേ, ആൾക്കാർക്ക് ഫാസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം മൈൻഡ് ട്വിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് പെട്ടെന്ന് സാധനം എത്തുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് അത്രയും ഇതിലെല്ലാ ഒരു സെഗ്മെൻറ്റും ഇപ്പോൾ കൊമേഴ്സ് ചെയ്യുന്ന സെഗ്മെൻറ്റും ഗ്രോസറി മീറ്റ് ഐറ്റംസ് അതൊന്നും ഏത് സെഗ്മെൻറ്റിലും ഓക്കെയാണ്. ഒരു ബിഗ് പ്രൊഡക്ട്സുകൾ വരുന്ന അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി വരുന്ന അല്ലെങ്കിൽ സൈസസ് വരുന്നതിനൊന്നും അത്ര ഓപ്റ്റ് പറ്റില്ല. കാരണം ഡെലിവറി ടൈമും പോസിബിലിറ്റീസിന് കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത്. പക്ഷെ മാസീവായിട്ട് നടക്കുന്ന ഇപ്പോൾ സെപ്റ്റോയിലാണെങ്കിലും ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് ഇങ്ങനത്തിലൊക്കെ ആണെങ്കിലും ഗ്രോസറി മീറ്റ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് ഹോമൊക്കെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളാണ്, ഒരു മീറ്റുകളാണ് ഇപ്പോൾ ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സുകളും അവർ ആഡ് ഓൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മീറ്റ് പറഞ്ഞ സെഗ്മെൻറ്റ് ആണെങ്കിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു സെഗ്മെൻറ്റ് ബേസ്ഡായിട്ടും നമുക്ക് ഒറ്റൊരു ഫോക്കസ് ഓഫ് സെഗ്മെൻറ്റിന് മാത്രം ഫോക്കസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോവാം. പിന്നെ നല്ല രീതിയിലൊരു റിസർച്ചും കാര്യങ്ങളും ചെയ്യണം. കാരണം ടൈമിങ്, ഒരു സിസ്റ്റം, എക്കോസിസ്റ്റം അവിടെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലേക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. കാരണം വലിയൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ കരുതിയ പോലെ ആവില്ല വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചാനലിങ് എങ്ങനെ ആവണം, ഇപ്പോൾ നമുക്കൊരു 10 minutes കൊണ്ട് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളതിൽ ആഡ് ഓൺ ചെയ്യേണ്ടത്, ഏതൊക്കെ സിസ്റ്റം അതിൽ ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലുള്ള മാറ്റങ്ങൾ, അപ്പോൾ ഒരു ചെറിയ ടൗണോ അല്ലെങ്കിൽ മെയിൻ സിറ്റിയോ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം എടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഏറ്റവും നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് റെലവൻ്റ് ആയിട്ട് കിട്ടും. സിസ്റ്റം കറക്റ്റ് ആകുന്ന ആദ്യം. അപ്പോൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നല്ലൊരു ടീം അവിടെ നമുക്ക് ഇതിനൊരു കൺസൾട്ടിങ് സിസ്റ്റം അവിടെ വർക്കൗട്ട് ചെയ്യണം. നല്ല ഒരു ബിഗ് പ്ലാൻ വേണം. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 10 minutes കൊണ്ട് ഡെലിവറി ചെയ്യുന്നത് ചിലപ്പോൾ 2 മണിക്കൂറോ 4 മണിക്കൂറോ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൈനസ് മാർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഓർഡർ എടുത്തത് അതിനൊരു ട്രാക്ഷൻ വരുത്തുക. കിലോമീറ്റർ ഓഫ് റേഡിയസിലും അതുപോലെ തന്നെ ഉള്ളിൽ ഇന്റേണൽ സിസ്റ്റം. കാരണം ഒരു പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഔട്ട് ചെയ്യണം എന്നുള്ള ടൈം എത്ര വരുന്നുണ്ട്, ഈ ഒരു വർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങൾ, ഈ സാധനം ഈ സെയിം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസി ആണോ, അതോ ഇതിനായിട്ട് ടീം നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടി വരില്ലേ? ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഫണ്ട് റൈസ് ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ടീം ഇതൊക്കെ ഹയർ ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ ഫസ്റ്റ് ഫേസ് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ചെറിയ ലൊക്കാലിറ്റി ഇത് വർക്കൗട്ട് ചെയ്ത് ചെറിയ വയറോസ് വെച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ഈ ചാനലൈസ് കറക്റ്റ് ആക്കണം. ഈ ഒരു മാപ്പ് കറക്റ്റ് ആക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ എന്താണ് സെക്കൻഡ് ഫേസിലേക്കുള്ളൂ, എന്താണ് നമുക്ക് ഈ സെയിം സാധനത്തിന് തന്നെ കോപ്പി ചെയ്താൽ മതി. വലുതാക്കുകയാണെങ്കിലും വേറെ വെർട്ടിക്കൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഇതിനെന്താണ് അടുത്ത വെർട്ടിക്കൽ നമുക്ക് എന്താണ് സെയിം സാധനം കോപ്പി ചെയ്തിട്ട് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഒരു ഈസിനെസ്. സിംഗിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം കോപ്പി ചെയ്ത് നമുക്ക് അറിയില്ലെങ്കിൽ ഒരു സിസ്റ്റം ചെറുത് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അത് മനസ്സിലാക്കി അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ഈ സെയിം സാധനത്തിനെ വലുതാക്കിയോ അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യലോ ഇതൊക്കെ പോസിബിൾ ആണ്. ആദ്യം സെയിം റൂട്ട് ക്രിയേറ്റ് ചെയ്ത് ലെവൽ ചെയ്യാൻ നല്ലൊരു വർക്ക് ടൈം ഉണ്ടാവും. പിന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഉള്ളൊരു ഈസിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? അതായത് കംപ്ലീറ്റ്ലി കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പോവും? ഇല്ല, ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കും ഇത് വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കാരണം പക്ഷെ മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 60%, 70% വിത്തിൻ 5 yearsന്റെ ഉള്ളിലൊക്കെ മേ ബി എടുക്കും. മറ്റെന്താ വെച്ചാൽ ചില പ്രൊഡക്ട്സുകൾ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാനുള്ളതുണ്ടാവും. പിന്നെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സുകളുണ്ട്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സുകളാണ്. കാരണം നമുക്കൊരു കാണുന്ന പ്രൊഡക്ട്സുകൾ സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലേക്കുള്ള അറേഞ്ച്മെൻറ്റ് ഇതൊക്കെ ഷോറൂം ഹൈപ്പർ മാർക്കറ്റുകൾ ഷോപ്പുകൾക്കൊക്കെയാണ് ഇത് നടക്കുകയുള്ളൂ. പിന്നെ ബിഗ് പ്രൊഡക്ട്സിലൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ഒരു 60%, 70% ഒക്കെ മാർക്കറ്റ് ഷെയർ ക്വിക്ക് കൊമേഴ്സ് കൊണ്ടുപോകുന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു വിത്തിൻ 5 years അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ആവും. എന്തായാലും ചാൻസ് വളരെ ഹൈ ആണ്. അപ്പം മാക്സിമം നമ്മൾ ഒന്നുകൂടി ഡെവലപ്പ് ആവാൻ ഇതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്രയോ പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്.
കാരണം ട്രഡീഷണൽ ഷോപ്പുകളിലൊക്കെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ബിഗ് ജയന്റുകൾക്ക്, കാരണം അവർക്ക് ഫണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ഭയങ്കര വിഷയം ഉണ്ടാവും. ഇപ്പോൾ ചെറുകിട ഷോപ്പുകൾക്ക് എങ്ങനെ ഫണ്ട് റൈസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും കൂടി ക്ലബ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ ഉള്ളത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ആക്ച്വലി നമുക്ക് ഇ കൊമേഴ്സിന്റെ തന്നെ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആപ്പ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.